കെമിസ്ട്രിയിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞവർക്ക് എഴുതാവുന്ന PSC പരീക്ഷകളുണ്ടോ? അവ ഏതൊക്കെ എന്നൊക്കെ പലരും സംശയം ചോദിക്കാറുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. കെമിസ്ട്രിയിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി പരീക്ഷകൾ കേരള PSC നടത്താറുണ്ട്. 10ാം ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ തുടങ്ങി മറ്റേത് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന പരീക്ഷകൾക്ക് കെമിസ്ട്രി ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാമെന്നതിൽ സംശയമില്ല. എന്നാൽ കെമിസ്ട്രിയിൽ ബിരുദവും PGയും ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാവുന്ന പരീക്ഷകളും കേരള PSC നടത്തിവരാറുണ്ട്. അത്തരം പരീക്ഷകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി കെമിസ്ട്രിയിൽ ബിരുദം അഥവാ BSc കെമിസ്ട്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന PSC പരീക്ഷകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി ഫിംഗർ പ്രിന്റ് സെർച്ചർ. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ തസ്തികയിലേക്കുള്ള നിയമനത്തിനായി കേരള PSC പരീക്ഷ നടത്തിവരാറുണ്ട്. ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത കെമിസ്ട്രിയിലോ ഫിസിക്സിലോ നേടിയ ബിരുദമാണ്. രണ്ടാമതായി ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് കേരള PSC നടത്തുന്ന പരീക്ഷയാണിത്. 2nd ക്ലാസ്സോടെ കെമിസ്ട്രിയിൽ ബിരുദം നേടിയവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള വനം വകുപ്പിലെ ഉന്നത തസ്തികകളിലൊന്നാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നത്. ഈ പോസ്റ്റിലേക്ക് കേരള PSC നേരിട്ട് നിയമനം നടത്താറുണ്ട്. സയൻസിലോ എഞ്ചിനീയറിംഗിലോ ബിരുദമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അളവുകളുടെയും തൂക്കങ്ങളുടെയും കൃത്യത ഉറപ്പുവരുത്തുന്ന സർക്കാർ സംവിധാനമായ ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും കെമിസ്ട്രിക്കാർക്ക് അപേക്ഷിക്കാം. ഫിസിക്സ് ഒരു വിഷയമായി പഠിച്ച സയൻസ് ബിരുദമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ മിനിമം വിദ്യാഭ്യാസ യോഗ്യത. കെമിസ്ട്രിയിൽ 2nd ക്ലാസ്സോടെ ഡിഗ്രി നേടിയവർക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. BSc കെമിസ്ട്രിക്കാർക്ക് അപേക്ഷിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട PSC പരീക്ഷയാണ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് അഥവാ സെറോളജിക്കൽ അസിസ്റ്റന്റ് എന്ന തസ്തിക. 60% മാർക്കോടെ കെമിസ്ട്രിയിൽ ബിരുദമുള്ളവർക്ക് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അധ്യാപക മേഖലയിലും കെമിസ്ട്രി ബിരുദക്കാർക്ക് ഒട്ടേറെ സാധ്യതകളുണ്ട്. കെമിസ്ട്രിയിൽ ബിരുദവും B.Edഉം KTET 2 യോഗ്യതയുമുണ്ടെങ്കിൽ UP സ്കൂൾ ടീച്ചറാകാനുള്ള യോഗ്യതയായി. കൃത്യമായ ഇടവേളകളിൽ തന്നെ കേരള PSC ഈ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാറുണ്ട്. കെമിസ്ട്രി ബിരുദക്കാർക്ക് ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ ഹൈസ്കൂൾ ടീച്ചറാകാനും അവസരമുണ്ട്. B.Edഉം KTET 3 യോഗ്യത കൂടി വേണ്ടതുണ്ട്. കെമിസ്ട്രി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ സാനിറ്ററി കെമിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കെമിസ്ട്രിയിൽ ബിരുദമുള്ളവർക്ക് കേരള ആർക്കിയോളജി വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് ആകാൻ അവസരമുണ്ട്. കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജൂനിയർ അനലിസ്റ്റ് തസ്തികയിലും കെമിസ്ട്രി ബിരുദക്കാർക്ക് അവസരമുണ്ട്. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് കെമിസ്റ്റ് ആകാനും അവസരമുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മാർക്കറ്റ് ഫെഡിൽ കെമിസ്റ്റ്, സർക്കാർ ഏജൻസിയായ കേര ഫെഡിൽ അനലിസ്റ്റ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ ലബോറട്ടറി അസിസ്റ്റന്റ്, കേരള സെറാമിക് ലിമിറ്റഡിൽ വർക്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്കും കെമിസ്ട്രി ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. BSc കെമിസ്ട്രിയോടൊപ്പം D.Pharm യോഗ്യത കൂടിയുള്ളവർക്ക് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആകാം. BSc കെമിസ്ട്രിയോടൊപ്പം MLTയിൽ സർട്ടിഫിക്കറ്റോ VHSCയോ ഉള്ളവർക്ക് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ മീഡിയ മേക്കർ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇതിനു പുറമെ കെമിസ്ട്രിയിൽ ബിരുദാനന്ത ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന നിരവധി കേരള PSC പരീക്ഷകളുണ്ട്. അതിനെപ്പറ്റി വിശദമായി മറ്റൊരു എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.